ഗസലിൻ്റെ ഉദ്യാനങ്ങളിൽ വിരിഞ്ഞ സുഗന്ധ പുഷ്പങ്ങളുമായി ഖയാലിൻ്റെ മറ്റൊരു അധ്യായം കൂടി. ഇന്നത്തെ നമ്മളുടെ അതിഥി പ്രശസ്ത സംഗീത സംവിധായകൻ ബിജി ബാൽ. വെൽക്കം വൺസ് അഗൈൻ ടു ഖയാൽ. നമ്മളിങ്ങനെ ഗസൽസിനെ പറ്റിയുള്ള ഡിസ്കഷൻ, ബിജിയുടെ കോമ്പസിഷൻസ് എല്ലാം ഇവിടെ ഇങ്ങനെ ജാം ചെയ്തിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഇന്നിപ്പോൾ ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്ന ഗസൽ ഒരു ചാരുകേശി രാഗത്തിലുള്ളൊരു ഗസലാണ്. എന്നാൽ ചാരുകേശിയിൽ കാണാത്ത കുറച്ചൊരു കോമ്പിനേഷൻസ് അതിൽ കാണാം. അപ്പോൾ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഉസ്താദ് താജ് അഹമ്മദ് ഖാൻ സാഹിബാണ്. ഞാൻ ബോംബെയിൽ ഗസൽസ് പഠിക്കുന്നത് ശുഭ ജോഷി, ശുഭാത്തായുടെ ഗുരുവാണ്. അപ്പോൾ കുറേ ബ്യൂട്ടിഫുൾ കോമ്പസിഷൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇത് പുറമേ ആർക്കും അധികം അറിയില്ല, കാരണം ഇതെല്ലാം മാർക്കറ്റിൽ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ടീച്ചർ ഇത് ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് പഠിച്ചുകൊണ്ട് എല്ലാം ഭയങ്കര മെമ്മറിയാണ്. ആക്ച്വലി എൻ്റെ ടീച്ചറിന് 65 ഇയേഴ്സായി, പക്ഷേ ഇപ്പോഴും എല്ലാം മെമ്മറിയിലുണ്ട്. അറൗണ്ട് 160 ഗസൽസ് ഫുൾ അറിയാം, പ്ലസ് ഠുംരീസ് ഭജൻസ്. അപ്പം അങ്ങനെയാണ് ഞാൻ കുറേ ഇങ്ങനത്തെ റെയർ കോമ്പസിഷൻസ് പഠിക്കുന്നത്. ചാരുകേശി രാഗത്തിൽ ഇപ്പം ശരിക്കും നമ്മൾ അധികം രാഗ ബേസ്ഡ് ആയിട്ടുള്ള ഫിലിം സോങ്സ് ഇല്ലല്ലോ. ബിജി കുറേ ചെയ്തിട്ടുണ്ട്. ഞാനും വളരെ കുറച്ചൊരു പ്യൂർലി ഒരു രാഗത്തോട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന വളരെ കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുള്ളൂ. കാരണം ഇപ്പോൾ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും നോട്ട് ആഡ് ചെയ്യുകയും അങ്ങനെ എന്തെങ്കിലും നാച്ചുറലി വരുന്നതാണ്. ശരി. എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് കുറെ കൂടി ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു, പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമുക്ക് പലപ്പോഴും ലേറ്റസ്റ്റ് എന്നുള്ളതല്ല പറയണം, നമ്മളിപ്പം കോൺഷ്യസ്ലി ഒരു രാഗത്തിൽ കമ്പോസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഇത് ക്ലീഷേ ട്യൂണാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരും. അങ്ങനെ ഒരുപാട് ആ രാഗം ഓൾറെഡി എടുത്തോണ്ട് ആയിരിക്കും അല്ലേ, ഒരു യൂഷ്വൽ ട്യൂൺ വരണ്ട എന്ന് വെച്ചിട്ട്. ഇപ്പം ഈ പാലേരി മാണിക്യർ ടൈറ്റിൽ സോങ് ചാരുകേശിൽ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ പ്യുവർ ചാരിയിൽ വേറൊരു ഗാന്ധാരം കൂടി ചേർത്തേക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനെ വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതല്ല അത്തരം. അപ്പോൾ വേറൊരു ടെക്സ്ചർ വരും, ചിലപ്പോൾ ഒരു വിയേർഡ് ആയിരിക്കും, എന്നാൽ പോലും അതിനകത്ത് ചിലപ്പോൾ സിറ്റുവേഷനലി അത് ചിലപ്പോൾ ഒരു ഓക്കെ ആയിരിക്കും. ഗസൽസ് ഇപ്പം ഒന്നും പ്യുവർ രാഗ ബേസ് അല്ലല്ലോ, ഒരു എത്രയോ നോട്ട്സ് അതിൽ മിക്സ് ചെയ്യുന്നു. അപ്പം അതല്ലേ അതിൻ്റെ ഭംഗി അല്ലേ. ക്ലാസിക്കൽ മ്യൂസിക്കും ലൈറ്റ് മ്യൂസിക്കും തമ്മിലുള്ള ഡിഫറൻസ് അതല്ലേ. ക്ലാസിക്കൽ ആ ഫ്രെയിം വർക്ക് ഗ്രാമർ വിട്ട് നമുക്ക് പോകാൻ പാടില്ലല്ലോ. ഈവൻ ആ പെർട്ടിക്കുലർ ഫ്രേസും തന്നെ വിട്ടു പോകാൻ പാടില്ലല്ലോ. കർണാട്ടിക് മ്യൂസിക് വയലിൻ കച്ചേരികളൊക്കെ ചെയ്തിരുന്നില്ലേ? എത്ര വർഷം പഠിച്ചിട്ടുണ്ട് കർണാട്ടിക് മ്യൂസിക്? ഞാൻ ഒരു 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് തുടങ്ങിയത്. പിന്നെ അത് കൂടെ ഇങ്ങനെ ഉണ്ട്, കോളേജിലും സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട്. ഹരിഹരയ്യർ എന്ന എൻ്റെ ഗുരുവിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ കോയമ്പത്തൂരാണ്, പക്ഷെ അദ്ദേഹം കൊച്ചിയിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഫുൾ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു. എന്ന് പറഞ്ഞാൽ അതൊരു എല്ലാ ദിവസവും സിലബസ് പോലെ പോയി ഇത്ര നേരം ഇരുന്ന് പഠിക്കല്ലോ, വെറുതെ അവിടെ പോയി ഇരിക്കുക. ചിലപ്പോൾ അന്ന് ക്ലാസ് എടുത്തൊന്നും വരില്ല, നാളെ എടുക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു എന്താണ് കൊടുക്കണ ഫീസിന് പഠിക്കാൻ പോവുക എന്ന് പറയുന്നൊരവസ്ഥയൊന്നും ആയിരുന്നില്ല അന്ന്. അപ്പോൾ ഇങ്ങനെ പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ സാറിന് സമയം കിട്ടുകയാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കാലത്തോട്ട് വൈകിട്ട് വരെയൊക്കെ അവിടെ ഇരുന്ന് കളയും. അങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങനൊരു രീതിയായിരുന്നു. അപ്പോൾ നമ്മളൊരിക്കൽ കൂടിയിട്ടുണ്ട് ഗുരുവായൂർ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഫിലിമൊക്കെ. ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു, ഗായത്രി ഉണ്ടായിരുന്നു, ശ്രീവിദ്യ അവരുണ്ടായിരുന്നു. അത് പറഞ്ഞ എന്നെ ഇപ്പോഴും കളിയാക്കില്ലേ. ഞാൻ ഏതോ സ്കെയില് ഞാൻ അതിനെ പറ്റി മറന്നേ പോയി. ഞാൻ എന്താ പറഞ്ഞ ആ സ്കെയിലിൽ എനിക്ക് പാടാൻ പറ്റുള്ളൂ. ഞാൻ അപ്പം ഞാനാണ് പെർക്കഷൻ തബലയൊക്കെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന പിച്ച് അങ്ങനെ ഇത് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ഗായത്രി വന്നു, അപ്പോൾ ഏതാ ശ്രുതി എന്ന് ചോദിച്ചാൽ ബി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സി ഓക്കെ എന്ന് പറഞ്ഞു. കാരണം അന്ന് ഒരു കോമൺ ബി സി ഷാർപ്പൊക്കെ സി വായിക്കുക, അല്ലെങ്കിൽ ഡി ഇ ഒക്കെ ഏതെങ്കിലും ഇയോ ഡിയോ സെലക്ട് ചെയ്ത് അത് വായിക്കുക. അങ്ങനെ ഒരു 3-4 തബലയല്ലേ ഉള്ളൂ അവരുടെയിലേ. അപ്പോൾ അതൊരു കോമൺ ശ്രുതി ആക്കാനുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോൾ ഗായത്രി ഇല്ലില്ല സി അല്ല ബി അല്ല. ഞാൻ പറയാല്ല ബിയും സി ഒക്കെ നമുക്ക് ബട്ട് ഇറ്റ് മേക്സ് ഡിഫറൻസ്. എനിക്കിത് ഓർമ്മയില്ല. ഇത് പോയി അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ചിരിച്ചിരിച്ച് ഞാനത് വെച്ചിട്ട് ഗുരുവായൂരല്ല. എനിക്ക് അത് ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. എത്രയോ വർഷങ്ങളായി. 10-20 പേര് പാടാനുണ്ടായിരുന്നു. ഇപ്പൊ മാറിയിട്ടോ. ഇപ്പൊ ഞാൻ വളരെ അഡ്ജസ്റ്റിംഗ് ആണ്.
അപ്പം ചാരുകേശിയിൽ മലയാളത്തിൽ കുറെ നല്ല പാട്ടുകൾ വന്നിട്ടുണ്ടല്ലേ? എല്ലാവർക്കും ആദ്യം ഓർമ്മ ഒരു അകലെ അകലെയാണ്. പിന്നെ ഏതൊക്കെയാണ്? പിന്നെ യാത്രയായി രവീന്ദ്രൻ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. യാത്രയായി വേലൊളി നീളുമെന്നിഴലിനെ കാത്തു നീ നിൽക്കയോ സന്ധ്യയായോ മണി. അതുണ്ട്. അല്ലാതെ ചെറിയ തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂ അങ്ങനെ ഫാസ്റ്റ് നമ്പർ ഉണ്ട്, ബേണി ഇഗ്നീഷ്യസ് അവർ ചെയ്ത്. അങ്ങനെ ഒരു പിടിപ്പാട്ടുകളുണ്ട്. ഒരു കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ചൊരു വിരഹം ദുഃഖം ഒക്കെ റെപ്രസെൻ്റ് ചെയ്ത്. പക്ഷേ AR റഹ്മാൻ സാറിൻ്റെ ഉദയ എന്ന് പറയുന്നത് ഒരു വേറൊരു രീതിയിലുള്ളൊരു സോങ്ങാണ്. അങ്ങനെ അപ്പം എന്തായാലും ഈ പാട്ട് ഞാനിപ്പോൾ അറ്റംപ്റ്റ് ചെയ്യാണ്. मेरे आंसू मेरे ही दिल के अरमानों को ले डूबे. मेरे आंसू मेरे ही दिल के अरमानों को ले डूबे. ये वो दो चार कतरे थे जो तूफानों को ले डूबे. मेरे आंसू मजा आ जाए अब के दिल जो दीवानों को ले डूबे. मेरे आंसू मेरे दिल के अरमानों को ले डूबे. हसरत है तो इतना रो. दिल बार बाद रोने की हसरत है तो इतना रो. जो शहरों को जो शहरों को बियाबानों को वीरानों को ले डूबे. मेरे आंसू मेरे दिल के अरमानों को ले डूबे. मेरे आंसू
जो इंसान थे उन्होंने आबरू रख ली खुदाई की। जो इंसान थे उन्होंने आबरू रख ली खुदाई की। जिन्हें हमने खुदा समझा ईमानों को ले डूबे। जिन्हें हमने खुदा समझा ईमानों को ले डूबे। मेरे आंसू मेरे ही दिल के अरमानों को ले डूबे। ये वो दो चार कतरे थे जो तूफानों को ले डूबे। मेरे आंसू मेरे ही दिल के अरमानों को ले डूबे। मेरे आंसू ये वो दो चार कतरे थे जो ചാരുകേശിയുടെ അല്ലേ മനോഹരമായിട്ടുള്ളൊരു കോമ്പോസിഷൻ. ശിഷ്യയുടെ ശിഷ്യ അതിഗംഭീരമായിട്ട് പാടി ആർട്ടിസ്റ്റൊക്കെ അതുല്യമായിട്ട് വായിച്ചു അല്ലേ? ഭയങ്കര രസമായിരുന്നു. സെക്കൻഡ് PG ഇവരുടെ ഹാർമോണിയം തബ്ല സോ ബ്യൂട്ടിഫുൾ.